അബ്ദുല്ലത്തി കരിമ്പില ഒരു സാധനത്തിന് കേട്ടില്ല. മൂപ്പരെയായിട്ട് ഇവിടെ വെച്ചിട്ട് സുലൈമാൻ സക്കാഫി ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരു ചെറിയ ഡയലോഗ് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും കുറച്ചു മുമ്പ്. അപ്പോ അലവി സക്കാഫിന്റെ ചോദ്യം എന്താ ചോദ്യം എന്നറിയോ? ചോദ്യം ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ വായിക്കലാണോ നല്ലത്, മാതൃഭൂമി, മലയാള മനോരമ, മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണോ നല്ലത്? അപ്പോ വിവരല്ലേലോ. അതുകൊണ്ട് മൂപ്പര മറുപടി എന്തറിയോ? ഖുർആൻ വായിക്കലാണ് നല്ലത്. അച്ചോദ്യം എന്നോടാണ്, ഞാൻ എന്താ പറയോ മാതൃഭൂമി വായിക്കലാണ് നല്ലത്. ക്ഷമിക്കണേ, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കാതെ എഴുതിയിട്ട് പോരുത്, ബാക്കിയുടെ കേട്ടോ എന്താ പറയുന്നത്. ആ ചോദ്യം എന്നോടാണ്, ഞാൻ പറയും മാതൃഭൂമി പത്രം വായിക്കലാണ് ഇവിടെ നല്ലത്. ആ ചോദ്യം എന്നോടാണ്, ഞാൻ പറയും മാതൃഭൂമി പത്രം വായിക്കലാണ് ഇവിടെ നല്ലത്. എന്താ ഒരാൾ നമ്മളോട് ചോദിക്കാണ് കക്കൂസിൽ ഖുർആൻ ഓതലാണോ നല്ലത്, മാതൃഭൂമി പത്രം വായിക്കലാണോ നല്ലത് എന്ന് ചോദിച്ചാൽ കരിമ്പിലാക്കൽ ചിലപ്പം പറയായിരിക്കും. നമ്മൾ കരിമ്പിലാക്കലല്ലോ അല്ലേ, നമ്മൾ ഈമാൻ കിട്ടി മരിക്കണം എന്ന് വിചാരിക്കുന്നവരാണല്ലോ. ആ ആളുകൾ മനസ്സിലാക്കുക, നമ്മൾ പറയും ഖുർആൻ വായിക്കൽ തെറ്റും, മാതൃഭൂമി വായിക്കൽ കുഴപ്പമില്ല. മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഖുർആനിന്റെ ആയത്ത് കീശയിലിട്ട് ബാത്റൂം പോകാൻ പാടില്ല. അവിടെ ഒരുത്തൻ ചോദിക്കാണ് അവിടെ മാതൃഭൂമി വായിക്കാവോ ഖുർആൻ വായിക്കാവോ എന്ന് വെച്ചാൽ മാതൃഭൂമി വായിക്കാം, ഖുർആൻ വായിക്കൂടാന്നാ മറുപടി. അതാണ് ആദർശം, അതാണ് ആശയം. മരിച്ചേർത്ത് ഓതാൻ പാടില്ല, നബി ഓതിയിട്ടില്ല. അപ്പോ മരിച്ച വീട്ടിൽ മാതൃഭൂമി ഓതിയാ കുഴപ്പമില്ല, ഖുർആൻ ഓതിയാ കുഴപ്പ. മരിച്ച വീട്ടിൽ മാതൃഭൂമി ഓതിയാ കുഴപ്പമില്ല, ഖുർആൻ ഓതിയാ കുഴപ്പ. മരിച്ച വീട്ടിൽ സമീപത്തെത്തുമ്പോഴും ഇദാ ഹദർതുമുൽ മരീദ അവിൽ മയ്യിത ഫഖൂലൂ ഖൈറാ ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. നിങ്ങളൊരു രോഗിയുടെ സമീപത്തോ ഒരു മയ്യത്തിന്റെ സമീപത്തോ നിങ്ങൾ ഹാജരായി കഴിഞ്ഞാൽ നിങ്ങൾ നല്ലത് ചൊല്ലണേ, നല്ലത് പ്രാർത്ഥിക്കണേ. കാരണം നിങ്ങളൊരു രോഗിയുടെ സമീപത്ത് വെച്ചും മയ്യത്തിന്റെ സമീപത്ത് വെച്ചും നിങ്ങൾ നന്മക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോഴൊക്കെയും ആമീൻ ആമീൻ എന്ന് ചൊല്ലുവാൻ മലക്കുകളുണ്ട്. ഹബീബ് തങ്ങൾ പഠിപ്പിക്കുന്നു. എത്ര പേർക്കതറിയാം? ഇത് വെറുതെ പോയിട്ട് കണ്ടുപോരാ അല്ല, വിളിക്കണം. മയ്യത്തിന്റെ ഇറക്കി വെച്ചിട്ടുണ്ട് അൽ ഫാത്തിഹ. എന്നിട്ട് ഇങ്ങനെ എല്ലാവരും ഈ മയ്യത്ത് കെട്ടിലും പിടിച്ചോനും നാട്ടുകാരൊക്കെ ഇങ്ങനെ ആമിയെടുക്കണം. എവിടുന്ന് കിട്ടിങ്ങക്കത്? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് എത്ര സ്വഹാബത്ത് മരിച്ചു, നബിന്റെ കുടുംബങ്ങൾ മരിച്ചു. മയ്യത്ത് കെട്ടിൽ കൊണ്ടുപോകുന്ന സന്ദർഭത്തില് അവിടെ ഒരാൾ ദ്വാർന്നിട്ട് ആമീൻ പറഞ്ഞ സംഭവം, ഒരു സംഭവം നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കോ? നിങ്ങൾ ഫിഖിന്റെ കിതാബ് ഇബാറത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കോ? ഇല്ലാത്തതൊക്കെ ചെയ്യാം. ദേഹത്തിന്റെ ഖബറിൽ നീ വിശാലമാക്കി കൊടുക്കണേ, ദേഹത്തിന്റെ ഖബറിൽ നീ പ്രകാശം ചൊരിയണേ, അബൂസലമത്തിന്റെ ദറജ നീ ഏറ്റിക്കൊടുക്കണേ, അബൂസലമത്തിന് പുറത്തു കൊടുക്കണേ എന്നിങ്ങനെ അബൂസലമത്ത് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. ഇതല്ലേ റസൂൽ പഠിപ്പിച്ചത്? രോഗിയുടെ അരികിൽ ഹാജരായാലും ദുആ ചെയ്യണം, മയ്യത്തിന്റെ അരികിൽ ഹാജരായാലും ദുആ ചെയ്യണം. കാരണം ആ രണ്ടു നേരത്തും നമുക്ക് ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ നമ്മൾ കാണാത്ത മലക്കുകളുണ്ട്, നമ്മൾ കാണാത്ത മലക്കുകളുണ്ടോ? ഇതല്ലേ റസൂൽ പഠിപ്പിച്ചത്? രോഗിയുടെ അരികിൽ ഹാജരായാലും ദുആ ചെയ്യണം, മയ്യത്തിന്റെ അരികിൽ ഹാജരായാലും ദുആ ചെയ്യണം. കാരണം ആ രണ്ടു നേരത്തും നമുക്ക് ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ നമ്മൾ കാണാത്ത മലക്കുകളുണ്ട്, നമ്മൾ കാണാത്ത മലക്കുകളുണ്ട്. പല സഹോദരങ്ങളും ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യമാണ് ഈ പറയുന്നത്. രോഗിയുടെ അരികിൽ പോയി മറ്റുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു പിരിഞ്ഞു പോരുന്നു. മരണാസന്നനായ രോഗിയാണെങ്കിൽ അവിടെ നെടുവീർപ്പും വെപ്രാളവും ചുടുനിശ്വാസവും അതുപോലെ തന്നെ ഖേദപ്രകടനവും സഹതാപ വാക്കുകളും ഒക്കെ പറയുന്നു. അതുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ. ഈ രോഗിക്ക് വല്ല ഉപകാരവും കിട്ടണോ, ഈ മയ്യത്തിന് വല്ല ഉപകാരവും കിട്ടണോ, ആ സ്ഥലത്താരെങ്കിലും ഹാജറുണ്ടെങ്കിൽ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ നല്ലത് പറയണേ. ഈ മയ്യത്തിന് വല്ല ഉപകാരവും കിട്ടണോ, ആ സ്ഥലത്താരെങ്കിലും ഹാജറുണ്ടെങ്കിൽ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ നല്ലത് പറയണേ, നല്ലത് പറയണേ, നല്ല കാര്യത്തിന് അല്ലാഹുവോട് ചോദിക്കണേ. ഫഖൂലൂ ഖൈറാ, നിങ്ങൾ നല്ലത് പറയണം എന്നല്ലേ ഹദീസിലുള്ളത്? ഏറ്റവും വലിയ നല്ല വാക്ക് ഖുർആനല്ലേ? ഖൈറുൽ കലാമി കലാമുല്ലാഹ്, വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ വർത്തമാനം അള്ളാന്റെ കലാമല്ലേ?